ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ 6ാമത്തെ അധ്യായമായിരിക്കുന്ന ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഡിസോർഡർ എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ്ഡ് ഏരിയകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുകളുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, എസ്എ ക്വസ്റ്റ്യൻസ് എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ പ്രധാനമായിട്ടും പറയുന്ന വിഷയം ജനാധിപത്യ ക്രമത്തിന്റെ പ്രതിസന്ധിയെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടന്നാലോ? കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ 6ാമത്തെ അധ്യായമായിരിക്കുന്ന ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഡിസോർഡർ എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാൻ വേണ്ടി പോകുന്നത് ഇംഗ്ലീഷ് വേർഷനിലാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സിന്റെയും മലയാളം വേർഷൻ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ സ്ലോഗൻ ഓഫ് കോൺഗ്രസ് പാർട്ടി ഇൻ 1971 ഇലക്ഷൻ? അപ്പോൾ 1971 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1971 കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു ഗരീബി ഹടാവോ അഥവാ റിമൂവ് പോവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നതായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇനി അടുത്ത രണ്ടാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വേർ ദി എക്കണോമിക് ക്രൈസിസ് ഫേസ്ഡ് ബൈ ഇന്ത്യ ഡ്യൂറിംഗ് 1970s? അപ്പോൾ 1970കളിൽ ഇന്ത്യ നേരിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസേഴ്സുകളൊക്കെ അവിടെ പോയിന്റ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ആണ്, about 8 million people crossed over the East Pakistan means Bangladesh border into India. അപ്പോൾ ഏകദേശം 8 ദശലക്ഷത്തോളം ആളുകളാണ് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും അഥവാ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു പോയിന്റ് ആണ്, വാർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇൻ 1971. ആഫ്റ്റർ ദി വാർ ദി US ഗവൺമെന്റ് സ്റ്റോപ്പ്ഡ് ഓൾ എയ്ഡ് ടു ഇന്ത്യ. അപ്പോൾ 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധമാണ്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിന് ശേഷം ഇന്ത്യക്കുള്ള എല്ലാ സഹായങ്ങളും അമേരിക്ക നിർത്തിവെക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ മറ്റൊരു പോയിന്റ് ആണ്, ഇൻക്രീസ് ഇൻ ഓയിൽ പ്രൈസസ് ലെഡ് ടു ആൻ ഓൾ റൗണ്ട് ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ്. അപ്പോൾ അന്താരാഷ്ട്ര കമ്പോളത്തിൽ എണ്ണവില വർദ്ധിച്ചത് എല്ലാവിധ സാധനങ്ങളുടെയും വില വർധനയ്ക്ക് കാരണമാവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത മറ്റൊരു പോയിന്റ് ആണ്, ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ കോസ്ഡ് മച്ച് ഹാർഡ്ഷിപ്പ് ടു ദി പീപ്പിൾ. അതേപോലെ തന്നെ പണപ്പെരുപ്പം വർദ്ധിച്ചത് ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കാൻ ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇൻഡസ്ട്രിയൽ ഗ്രൗത്ത് വാസ് സ്ലോ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് വാസ് വെരി ഹൈ പർട്ടിക്കുലർലി ഇൻ ദ റൂറൽ ഏരിയസ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഗ്രാമീണ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന വ്യാവസായിക വളർച്ചയുടെ കുറവിനെ കുറിച്ചും അതേപോലെ തന്നെ തൊഴിലില്ലായ്മ വർധനവിനെ കുറിച്ചുമാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് മൺസൂൺസ് ഫെയിലിയർ ലെഡ് ടു ദി ഡിക്ലൈൻ ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി എസ്പെഷ്യലി ഫുഡ് ഗ്രെയിൻസ്. അതേപോലെ തന്നെ കാലാവർഷം പരാജയപ്പെട്ടിരിക്കുന്നത് കാർഷിക ഉൽപാദനങ്ങളുടെ ഉൽപാദനത്തിൽ വലിയ ഇടിവും കാര്യമൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 1970കളിൽ ഇന്ത്യ നേരിട്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ എന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് മൂന്നാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ സ്റ്റുഡൻസ് മൂവ്മെന്റ് ഓഫ് 1974 ഇൻ ഗുജറാത്ത്. അപ്പോൾ 1974 ഗുജറാത്തിലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കാരണങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഇൻ 1974 സ്റ്റുഡൻസ് ഇൻ ഗുജറാത്ത് സ്റ്റാർട്ടഡ് ആൻ ആജിറ്റേഷൻ അഗൈൻസ്റ്റ് ദി റൈസിംഗ് പ്രൈസസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, കുക്കിംഗ് ഓയിൽ ആൻഡ് അതർ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആൻഡ് ഓൾസോ കറപ്ഷൻ ഇൻ ഹൈ പ്രൈസസ്. അപ്പോൾ 1974 ഗുജറാത്തിലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒന്നാമതായിട്ട് ഭക്ഷ്യസാധനങ്ങളാണ്. അതുപോലെ തന്നെ ഭക്ഷ്യ എണ്ണ, അതുപോലെ തന്നെ അവശ്യ സാധനങ്ങൾ എന്നിവയുടെ വിലക്കയറ്റമാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രക്ഷോഭത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ അഴിമതിയും നടന്നിരുന്നു. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും 1974 ഗുജറാത്തിലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നാലാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ദി സ്റ്റുഡൻസ് മൂവ്മെന്റ് ഓഫ് 1974 ഇൻ ബീഹാർ. അപ്പോൾ 1974 ബീഹാറിൽ നടന്നിരിക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത്, ഇൻ മാർച്ച് 1974 സ്റ്റുഡൻസ് ഓഫ് ബീഹാർ സ്റ്റാർട്ടഡ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് റൈസിംഗ് പ്രൈസസ്, ഫുഡ് സ്കേഴ്സിറ്റി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് കറപ്ഷൻ. ദിസ് മൂവ്മെന്റ് വാസ് ലെഡ് ബൈ ജയപ്രകാശ് നാരായൺ. അപ്പോൾ 1974 ബീഹാറിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയപ്പെടുന്ന വിലക്കയറ്റമാണ്, അതേപോലെ തന്നെ ഭക്ഷണത്തിന്റെ ദൗർബല്യമാണ്,
ആണ്, അതേപോലെ തൊഴിലില്ലായ്മ, അഴിമതി എന്നീ കാര്യങ്ങൾക്ക് എതിരെയായിരുന്നു പ്രധാനമായിട്ടും 1974 ബീഹാറിലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പ്രക്ഷോഭം നയിച്ചിരിക്കുന്നത് ജയപ്രകാശ് നാരായണൻ ആണ്. ഈ ഒരു പ്രക്ഷോഭം നയിച്ചിരിക്കുന്നത് ഇതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് നക്സലൈറ്റ് പ്രസ്ഥാനത്തെ കുറിച്ചാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് നക്സലൈറ്റ് മൂവ്മെന്റ്? എന്താണ് നക്സലൈറ്റ് പ്രസ്ഥാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ഇൻ 1967 a peasant uprising took place in Naxalbari police station area of Darjeeling Hills district in West Bengal. It was organized by the local cadres of the Communist Party of India, means Marxist. Gradually it spread to several parts of India as the Naxalite movement. In 1969 they broke off from the CPI and the new party, Communist Party Marxist Leninist CPIML, was formed under the leadership of Charu Majumdar. It argued that democracy in India was shame. They advocated the use of violent means to achieve their political goals. Naxalite movement has used force to seize land from the rich land owners and give it to the poor and the landless. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നക്സലൈറ്റ് പ്രസ്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഹൂ വാസ് ദ ഫൗണ്ടർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ലെനിസ്റ്റ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് ചാരു മജൂംദാർ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് എക്സ്പ്ലെയിൻ ദ റോൾ പ്ലേഡ് ബൈ ജയപ്രകാശ് നാരായണൻ മീൻസ് JP in the national agitation against Congress ministry. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് എതിരെയുള്ള ദേശീയ പ്രക്ഷോഭത്തിൽ ജയപ്രകാശ് നാരായൺ എന്ന പങ്കിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്ഷോഭത്തിൽ ജയപ്രകാശ് നാരായണ പങ്ക് എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ പറയേണ്ടത്. അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം, അവിടെ കൊടുത്തിട്ടുണ്ട്. In 1974 students of Bihar began a protest against rising prices, food scarcity, unemployment and corruption. Jayaprakash Narayan was the leader of this movement. Jayaprakash Narayan called for total revolution in the social, economic and political space in order to establish true democracy. 12 June 1975 Allahabad High Court declared that Indira Gandhi's election to the Lok Sabha invalid. The opposition political parties led by Jayaprakash Narayan organized a massive demonstration in Delhi's Ramlila grounds on 25th June 1975. He announced a nationwide satyagraha for her resignation. He also asked the army, the police and the government employees not to obey illegal and immoral orders. The political mood of the country had turned against the Congress more than ever before. In response to this, government was declared national emergency in 1975 under Article 352. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു കോൺഗ്രസ് മന്ത്രിസഭയ്ക്കെതിരെയുള്ള ദേശീയ പ്രക്ഷോഭത്തിൽ ജയപ്രകാശ് നാരായണന്റെ പങ്ക് എന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്തോട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൂ വാസ് കോൾഡ് ഫോർ ടോട്ടൽ റെവല്യൂഷൻ? അപ്പോൾ ആരാണ് സമ്പൂർണ്ണ വിപ്ലവത്തിലേക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സമ്പൂർണ്ണ വിപ്ലവത്തിലേക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ജയപ്രകാശ് നാരായണൻ ആണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഹൂ വാസ് ദ ലീഡർ ഓഫ് ദി നാഷണൽ വൈഡ് റെയിൽവേ സ്ട്രൈക്ക് ഇൻ 1974? 1974 റെയിൽവേ സമരത്തിലേക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ജോർജ് ഫെർണാണ്ടസ് ആണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇൻ വിച്ച് ദ കേസ് സുപ്രീം കോടതി റൂൾഡ് ദാറ്റ് സം ബേസിക് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട് ടു ബി അമെൻഡഡ് ബൈ പാർലമെന്റ് അറ്റ് ഓൾ. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഭേദഗതി വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏത് കേസിലാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് കേശവാനന്ദ ഭാരതീയ കേസിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് വാട്ട് റീസൺസ് ഡിഡ് ദ ഗവൺമെന്റ് ഗിവ് ഫോർ ഡിക്ലെയറിംഗ് എ നാഷണൽ എമർജൻസി ഇൻ 1975? അപ്പോൾ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇടയായിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺ 12 June 1975 അലഹബാദ് ഹൈക്കോർട്ട് ജസ്റ്റിസ് മോഹൻ ലാൽ സിംഗ് passed a judgment declaring Indira Gandhi's election to the Lok Sabha invalid. This order came on an election petition filed by Raj Narayan. The opposition political parties led by Jayaprakash Narayan pressed for Indira Gandhi's resignation and organized a massive demonstration in Delhi's Ramlila grounds on 25th June 1975. Jayaprakash announced a nationwide satyagraha for her resignation and asked the army, the police and the government employees not to obey illegal and immoral orders. These two threatened to bring the activities of the government to a standstill. On 25th June 1975, Prime Minister of Indira Gandhi recommended the imposition of emergency to President Fakhruddin Ali Ahmed. He issued the proclamation emergency under Article 352. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവസ്ഥയിലേക്ക് നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് നെയിം ഓഫ് ദി പ്രസിഡന്റ് ഹു പ്രൊക്ലൈംഡ് എമർജൻസി ഇൻ 1975 ഇൻ ഇന്ത്യ? അപ്പോൾ 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രസിഡന്റിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരാണ്
ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യയിലെ പ്രസിഡന്റ്. ഇനി അടുത്തായിട്ട് ഇൻ വിച്ച് ഇയർ നാഷണൽ എമർജൻസി വാസ് ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ ഓൺ എ ത്രീറ്റ് ഓഫ് ഇന്റേണൽ ഡിസ്റ്റർബൻസ്. അപ്പോൾ ഇന്ത്യയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് 1975 ജൂൺ 25 അഥവാ ജൂൺ 25 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് എമർജൻസി വാസ് എ ബ്ലാക്ക് മാർക്ക് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി കമന്റ്. അപ്പോൾ 1975 പ്രഖ്യാപിച്ചിരിക്കുന്ന അടിയന്തരാവസ്ഥ അത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ബ്ലാക്ക് മാർക്ക് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അതിനൊന്ന് പ്രസ്താവിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ആൻസർ നമുക്ക് നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഇൻ 1975 വാസ് കൺസിഡേർഡ് ആസ് എ ബ്ലാക്ക് മാർക്ക് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ബിക്കോസ് മെനി എക്സസസ് ആർ കമ്മിറ്റഡ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ് ജസ്റ്റ് ആർ ഗിവൺ ബിലോ. അപ്പോൾ 1975 അടിയന്തരാവസ്ഥ കാലത്ത് നടന്നിരിക്കുന്ന അധികാര ദുർവിനിയോഗം, അതിക്രമങ്ങൾ, ക്രമക്കേടുകൾ എന്നിവയൊക്കെയാണ് 1975 അടിയന്തരാവസ്ഥയെ ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത അടയാളമാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ അതിന്റെ കാരണങ്ങൾ അവിടെ താഴെ പോയിന്റ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തതാണ് ദ പോലീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വർ ടേൺഡ് ഇൻടു പൊളിറ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ഓഫ് ദി റൂളിംഗ് പാർട്ടി. അപ്പോൾ പോലീസും അതുപോലെ ഭരണവും ഭരിക്കുന്ന കക്ഷിയുടെ ഉപകരണമായിട്ട് പ്രവർത്തിക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു പോയിന്റാണ് ഗവൺമെന്റ് സസ്പെൻഡ് ദ ഫ്രീഡം ഓഫ് ദി പ്രസ് മീൻസ് പ്രസ് സെൻസർഷിപ്പ്. അതേപോലെ തന്നെ പത്രസ്വാതന്ത്ര്യം റദ്ദാക്കി അഥവാ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വാർത്തകൾക്ക് മുൻകൂട്ടിയുള്ള അനുമതി ആവശ്യമായിട്ട് വന്നു. ദ ഗവൺമെന്റ് ബാനഡ് രാഷ്ട്രീയ സ്വയംസേവക സംഘ് മീൻസ് RSS ആൻഡ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ RSSനെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെയും ഗവൺമെന്റ് നിരോധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രൊട്ടസ്റ്റ് സ്ട്രൈക്സ് ആൻഡ് പബ്ലിക് ആജിറ്റേഷൻ വർ ഡിസ്അലൗഡ്. അതേപോലെ തന്നെ പ്രതിഷേധ പ്രകടനങ്ങളിൽ, സമരങ്ങളിൽ എന്നിവയൊന്നും അനുവദിച്ചിരുന്നില്ല. വേരിയസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വർ സസ്പെൻഡഡ് ഇൻക്ലൂഡിംഗ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ് ടു മൂവ് ദ കോർട്ട്. അതേപോലെ തന്നെ പല വിധത്തിലുള്ള മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. പ്രധാനമായിട്ടും മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതിയെ സമീപിക്കാനുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വർ അറസ്റ്റഡ് ആൻഡ് ഡിറ്റൈൻഡ് അണ്ടർ പ്രിവന്റീവ് ഡിറ്റൻഷൻ ആക്ട്. ദ പാർലമെന്റ് ബ്രോട്ട് ഇൻ മെനി ന്യൂ ചേഞ്ചസ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ബൈ 39th amendment in 1975 the election of the president, vice president, the prime minister and the speaker could not be challenged in the court. By the 42nd amendment 1976 the term of the legislatures in the country was extended from 5 to 6 years. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 1975 ദേശീയ അടിയന്തരാവസ്ഥയെ ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത അടയാളമാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അടുത്തായിട്ട് വാട്ട് വെർ ദി ആർഗ്യുമെന്റ്സ് ഓഫ് ഗവൺമെന്റ് സപ്പോർട്ടിംഗ് ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി ഇൻ 1975. അപ്പോൾ 1975 അടിയന്തരാവസ്ഥ അനുകൂലിച്ചുകൊണ്ടുള്ള ഗവൺമെന്റ് വാദങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1975 അടിയന്തരാവസ്ഥയെ ഗവൺമെന്റ് അനുകൂലിക്കാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അനുകൂലിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, അനുകൂലിക്കാനുള്ള പ്രധാനപ്പെട്ട ഗവൺമെന്റിന്റെ വാദങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഗവൺമെന്റ് ആർഗ്യൂഡ് ദാറ്റ് ഇൻ എ ഡെമോക്രസി ദ ഓപ്പോസിഷൻ പാർട്ടീസ് മസ്റ്റ് അലോ ദി റൂളിംഗ് പാർട്ടി ടു ഗവർൺ അക്കോർഡിംഗ് ടു ഇറ്റ്സ് പോളിസീസ്. The frequent agitations are not good for democracy. They argued that it was not fair to use extra parliamentary politics targeting the government. This leads to instability in administration and also adversely affect the developmental programs. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഗവൺമെന്റ് അനുകൂലിച്ചുള്ള പ്രധാനപ്പെട്ട വാദഗതികൾ എന്ന് പറയപ്പെടുന്നത്. അടുത്തായിട്ട് കരുതൽ തടങ്കലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു മീൻ ബൈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ? അപ്പോൾ എന്താണ് കരുതൽ തടങ്കൽ? ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ഇറ്റ് മീൻസ് പീപ്പിൾ ക്യാൻ ബി അറസ്റ്റഡ് ആൻഡ് ഡിറ്റൈൻഡ് ഓൺ ദി അപ്രഹെൻഷൻ ടു കമ്മിറ്റ് എനി ഒഫൻസ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഭാവിയിൽ ആളുകൾ എന്താണ് കുറ്റം ചെയ്തേക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും തടങ്കലിൽ വെക്കുകയും ചെയ്യുന്നതിനാണ് കരുതൽ തടങ്കൽ എന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്തായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വൈ വാസ് ഷാ കമ്മീഷൻ അപ്പോയിന്റഡ്? വാട്ട് വെർ ദി മേജർ ഫൈൻഡിംഗ് ഓഫ് ദിസ് കമ്മീഷൻ? അപ്പോൾ എന്തിനാണ് ഷാ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്? കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ഷാ കമ്മീഷൻ വാസ് അപ്പോയിന്റഡ് ഇൻ 1977 ബൈ ജനതാ പാർട്ടി ഗവൺമെന്റ്. ഇറ്റ് വാസ് ഹെഡഡ് ബൈ ദി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ജെ.സി. ഷാ. They enquired that allegation of abuse of authority, excesses and malpractices during the period of emergency declared in 1975. Following are the finding of ഷാ കമ്മീഷൻ. അപ്പോൾ 1977 ജനതാ പാർട്ടി ഗവൺമെന്റ് ആണ് ഷാ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ വിരമിച്ച ചീഫ് ജസ്റ്റിസ് ജെ.സി. ഷാ ആയിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട തലവനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 1975 നടന്നിരിക്കുന്ന അധികാര ദുർവിനിയോഗങ്ങൾ, അതിക്രമങ്ങൾ, അതേപോലെ തന്നെ ക്രമക്കേടുകൾ എന്നീ ആരോപണങ്ങൾ പരിശോധിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഷാ കമ്മീഷന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് താഴെ പോയിന്റ്സുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ആണ് ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോലീസ് became vulnerable to political pressures. Nearly 111,000 people were arrested under preventive detention
election laws. Several restrictions were put on the press, sometimes without proper legal sanctions. Delhi Power Supply Corporation received verbal orders from the offices of the Lieutenant Governor of Delhi to cut electricity to all newspaper press. Emergency witnessed large-scale displacement of people living in Delhi's poor localities. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഷാ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ. ഇനി അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മീൻ ബൈ 20 പോയിന്റ് പ്രോഗ്രാംസ്? എന്താണ് 20 പരിപാടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് 20 പോയിന്റ് പ്രോഗ്രാംസ് ഇൻ 1975 ആസ് പാർട്ട് ഓഫ് ദി പ്രോ പുവർ വെൽഫെയർ പ്രോഗ്രാം. ദ 20 പോയിന്റ് പ്രോഗ്രാം ഇൻക്ലൂഡഡ് ലാൻഡ് റിഫോംസ്, ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ, റിവ്യൂ ഓഫ് അഗ്രികൾച്ചർ വേജസ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ആൻഡ് എറാഡിക്കേഷൻ ഓഫ് ബോണ്ടർ ലേബർ etc. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 20 പരിപാടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡിഡ് ദ ജനതാ പാർട്ടി കെയിം ടു പവർ ഇൻ 1977? അപ്പോൾ 1977 ജനതാ പാർട്ടി എങ്ങനെയാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ ഇൻ 1977 election the opposition parties adopted the slogan of save democracy. The major opposition parties formed a new party known as the Janata Party. The Janata Party's campaign was focused on the non-democratic character of the Indira Gandhi's government and on the various excesses that took place during the emergency. At that time the public opinion was against Congress. The Janata Party ensured that non-Congress voted would not be divided. The middle classes in North India began to move away from the Congress and many of the sections were joined in Janata Party. All these factors led to the victory of Janata Party in 1977 election. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1977 ജനതാ പാർട്ടിയെ അധികാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി അടുത്തായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് പൊളിറ്റിക്കൽ പാർട്ടി കെയിം ടു പവർ അറ്റ് സെന്റർ ഇൻ 1977 election? അപ്പോൾ 1977 അധികാരത്തിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജനതാ പാർട്ടിയാണ് 1977 അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വാട്ട് വാസ് ദ സ്ലോഗൻ ഓഫ് ജനതാ പാർട്ടി ടു ക്യാമ്പയിൻ ഇൻ എലക്ഷൻസ്? അപ്പോൾ ഇലക്ഷനുകളിൽ ജനതാ പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ സേവ് ഡെമോക്രസി എന്ന മുദ്രാവാക്യമാണ് ജനതാ പാർട്ടി ഉയർത്തി കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ദി വിക്ടറി ഓഫ് കോൺഗ്രസ് പാർട്ടി ഓവർ ജനതാ പാർട്ടി ഇൻ ദി ഇലക്ഷൻ ഓഫ് 1918. അപ്പോൾ 1980 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ജനതാ പാർട്ടിയുടെ മേൽ വിജയം നേടാനുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ 1977 ഇലക്ഷൻ ജനതാ പാർട്ടി കെയിം ടു പവർ അണ്ടർ ദി പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ് മൊറാർജി ദേശായി. ബട്ട് ദി ഗവൺമെന്റ് കുഡ് നോട്ട് സ്റ്റേ ഇൻ പവർ ഫോർ ലോങ്. Consequently, mid-term election was held in 1918 in which Congress party came to power under the Indira Gandhi. Following are the reason for the failure of Janata Party at center. അപ്പോൾ അതിന്റെ കാരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് പോയിന്റ്സുകളായിട്ട്. ഒന്നാമത്തെ പോയിന്റ് ആണ് it lacked direction, leadership and a common program. It could not bring about a fundamental change in policies pursued by the Congress. The power struggle within the party was not came to an end. There were a split in Janata Party and the government led by Morarji Desai lost its majority within 18 months. Charan Singh became the Prime Minister with the support of the Congress Party, but later Congress Party decided to withdraw its support. It led to the resignation of Charan Singh government within 4 months. People were reacted to Janata government which was seen to be unstable and quarrelsome. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ജനതാ പാർട്ടിക്ക് മേൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അടുത്തായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ 2 lessons learned from emergency imposed in 1975. അപ്പോൾ 1975 അടിയന്തരാവസ്ഥ നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസേഴ്സ് അവിടെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ആണ് the first lesson was that it was extremely difficult to do away with democracy in India. Secondly, it brought out some ambiguities regarding the emergency provision in the constitution. Emergency provision was amended by which internal emergency can be proclaimed only on the grounds of armed rebellion. Thirdly, the emergency made everyone more aware of the value of civil liberties. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 1975 അടിയന്തരാവസ്ഥ നൽകുന്ന പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
പ്രധാനമായിട്ടും ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുകളും. അപ്പോൾ ഈ ഒരു വർഷം എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സുകളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 4, 5, 6, 7, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നല്ലവണ്ണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന പോലെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് അറിയിച്ചാൽ മതിയാകുന്നതാണ്. അതിന്റെ റീപ്ലൈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.